ഫൈറ്റ് ഓർ ഫ്ലീ മെക്കാനിസം ഉണ്ട്. അത് ഒന്നിൽ അടിക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നാണ് മെക്കാനിസം. ഈ മെക്കാനിസം പണ്ട് പൂർവികർ വേട്ടയാടുന്ന സമയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ വന്നിരുന്നത്. ഒന്നുകിൽ അവർക്ക് ആപത്ത് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിനിൽ ഓൾവേസ് ഫുഡ്, കംഫോർട്ട്, സെക്സ്, ബ്യൂട്ടി, ഡേഞ്ചർ ഈ കാര്യങ്ങളിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവും, അട്രാക്റ്റ് ആവും. ഇതിൻ്റെ എന്ത് പിക്ചർ കണ്ടാലും നമ്മൾ പെട്ടെന്ന് നോക്കി നിൽക്കും. ഫുഡിൻ്റെ പ്രോഡക്റ്റ്, സെക്ഷലായിട്ടുള്ള ഇമേജ്, ഡേഞ്ചർ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആവും. ഇത് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള മെക്കാനിസമാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഓർ ഫ്ലീ മോഡിൽ ടെൻഷൻ ആകുമ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന 2 ഹോർമോൺ നല്ല രീതിയിൽ ബ്ലഡിലോട്ട് പമ്പ് ചെയ്യപ്പെടും. ഈ ഹോർമോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് നല്ല സ്ട്രെങ്ത് വരും. ഇത് നമ്മൾ ആ ഫ്ലൈറ്റ് ഓർ ഫ്ലീ മോഡിൽ നിൽക്കുവാണ്, ടെൻഷനായി നമ്മൾ. പക്ഷേ ഇപ്പം നമ്മൾ ഒരു ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചുടുകട്ടയൊക്കെ പൊട്ടിക്കിടക്കും. അത്ര പവർ വന്നിട്ടുണ്ട് കയ്യിൽ. കാലിലും അങ്ങനെയാണ്. എന്തിനാണ്? ഒന്നിൽ അടിക്കണം, ഒന്നിൽ ശത്രുവിനെ അടിക്കണം, അല്ലെങ്കിൽ കാലുകൊണ്ട് ഓടി രക്ഷപ്പെടണം. ഈ സമയത്ത് മെമ്മറിയും സംഭവങ്ങളും എല്ലാം കട്ടാവും. മെമ്മറി ആവശ്യമില്ലല്ലോ ആ സമയത്ത്, മനസ്സിലായോ? കമ്മ്യൂണിക്കേഷനൊന്നും സംഭവങ്ങളും എല്ലാം ആ സമയത്ത് എന്ത് ചെയ്യും? കട്ടാവും. അപ്പോൾ നമ്മൾ ഫിയറിലോട്ട് പോകുമ്പോൾ എത്ര ഇംഗ്ലീഷ് അറിയാമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ തെറ്റും. വാട്ട് ഈസ് റെമഡി? ഈസ് ഇറ്റ് ലേണിംഗ് മോർ ഗ്രാമർ ഓർ മോർ വൊക്കാബുലറി? ഡു യു തിങ്ക് സോ? കൂടുതൽ ഗ്രാമർ വൊക്കാബുലറി പഠിച്ചു കഴിഞ്ഞാൽ മാറുമോ? എത്ര കോഴ്സ് വേണം അറ്റൻഡ് ചെയ്തോ, സംസാരിക്കാൻ പറ്റില്ല. പേടി മാറ്റി സംസാരിക്കാൻ പറ്റും. ഈ പേടിയിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും.